أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹനിധികളായ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും ഉപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാൻ. സഹോദരങ്ങളെ, ആമുഖമായി ഓതിവെച്ച വചനം വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം സൂറത്തു തഹ്രീം 6-ാമത്തെ ആയത്താണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ കാത്തുകൊള്ളുക, സംരക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ സ്വന്തത്തെ, വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറ, നരകത്തിൽ നിന്ന്. വഖൂദുഹ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്, അതിലെ ഇന്ധനം, അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിന്റെ മേൽനോട്ടക്കാർ, കാവൽക്കാരായ മലക്കുകൾ, കഠിന ഹൃദയരും പരുഷ സ്വഭാവികളുമാണ്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ മലക്കുകളുടെ പ്രത്യേകത, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത, എന്താണോ അവരോട് കൽപ്പിക്കപ്പെടുന്നത് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അതിന്റെ കാവൽക്കാരായ മലക്കുകൾ. ഇതാണ് ഞാൻ ഓതിവെച്ച ആയത്തിന്റെ മഅന. സൂറത്തു തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ വചനം. ആയത്ത് മുഴുവനായി ഓതിയത് കൊണ്ടാണ് ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങളെ കേൾപ്പിച്ചത്. വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയത്തിന്റെ തുടക്ക ഭാഗം മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും അഥവാ നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ ശരീരത്തെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളുക, സംരക്ഷിച്ചുകൊള്ളുക. കഴിഞ്ഞ 2-3 ഖുതുബകളിലായി കുടുംബവുമായി, പ്രത്യേകിച്ച് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മിമ്പറിൽ നാം ചർച്ച ചെയ്തു വന്നത്. നമ്മുടെ ശരീരത്തെ, സ്വന്തം തടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊള്ളുക എന്നുള്ളതാണ്. അഥവാ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടായിരിക്കണം. കുടുംബസഹിതം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടി നാം പണിയെടുക്കണം, കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കണം. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നബിയെ വഅൻദിർ
എല്ലാവരെയും വിളിച്ച് സഫാ കുന്നിന്റെ ചെരുവിലേക്ക് പ്രവാചകൻ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ തടിച്ചുകൊണ്ടിയ ആ ജനക്കൂട്ടത്തോട് പ്രവാചകൻ ചോദിച്ച ആ ചരിത്രവും ചോദ്യവും സംഭവവും എല്ലാം നമുക്കറിയാം. ഈ മലയുടെ പിന്നിൽ നിന്ന് വലിയൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ആദ്യമായി അവരോട് ചോദിക്കുകയും അതെ ഞങ്ങളത് വിശ്വസിക്കും, കാരണം താങ്കൾ അൽ-അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, ഇന്ന് വരെ തമാശക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പ്രവാചകന്റെ നാട്ടുകാരും കുടുംബക്കാരും ഒന്നടങ്കം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുക്കുമ്പോൾ പ്രവാചകൻ അവർക്ക് വേണ്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സന്ദേശം അവർക്ക് ഓതി കൊടുക്കുകയാണ്. ആ ജനക്കൂട്ടത്തോട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കൂലു നിങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഇലാഹില്ല, അവരല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, പ്രാർത്ഥനക്കും ആരാധനക്കും നേർച്ച വഴിപാടുകൾക്കും അർഹനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമാണ്. ഞാനും നിങ്ങളും ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ, ഉമ്മയുടെ ഉപ്പയുടെ സഹോദരങ്ങളെ, അവരുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, അവരുടെ മക്കളെ ഒരു കുടുംബ സംഗമം പോലെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആദർശം നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക എന്നത് വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓതി തരുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് തുടങ്ങിയപ്പോൾ ആദ്യമായി തന്റെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിതാവിനെ ഉപദേശിച്ച രംഗങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം ഇവിടെ ചർച്ച ചെയ്തു പോയ കാര്യമാണ്. ഇങ്ങനെ അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാഖൂബ് അലൈഹിസ്സലാം, ഈ കണ്ട പ്രവാചകന്മാരൊക്കെയും അവരുടെ മക്കളോടും അവരുടെ കുടുംബത്തോടുമായി പറഞ്ഞ വാചകം വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. ഇത് അമ്പിയാക്കൾ മക്കൾക്ക് നൽകിയ വസിയത്താണ്. ഖുർആനിന്റെ 2-ാം അധ്യായം സൂറ ബഖറ 132-ാമത്തെ ആയത്താണ്. പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ കുടുംബത്തോട് നൽകിയ വസിയത്ത് ഇന്നു വരെ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തോട് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അതിനുശേഷമുള്ള 133-ാം ആയത്ത് സൂറത്തുൽ ബഖറയിലെ അവിടെ വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകനെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? അം കുന്തും ശുഹദാ ഇദ ഹദറ യഅഖൂബൽ മൗത്ത്, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണാസന്നനായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നു. ഒരു പ്രവാചകൻ മരിക്കാൻ കിടക്കുകയാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്. ഖുർആൻ ചോദിക്കുകയാണ്, ആ യാഖൂബ് അലൈഹിസ്സലാം മരണാസന്നനായ സമയത്ത് നിങ്ങൾ അവിടെ പ്രസന്റ് ആയിരുന്നു? ഖുർആനിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ? യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ നേരത്ത് തന്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് ആ മക്കളോട് ചോദിച്ച ഒരു ചോദ്യം ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി, എന്റെ പൊന്നുമക്കളെ, ഉപ്പയുടെ മരണശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആരെ ആരാധിക്കുമെന്നല്ല, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? ചോദിക്കുന്നത് ഒരു പ്രവാചകനാണ്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 12 മക്കളെയും വിളിച്ചു കൂട്ടി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള തന്റെ 12 മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു പിതാവ് മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് മക്കളോട് പറയുന്ന വസിയത്ത്, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പൊന്നുമക്കളെ, ഉപ്പാന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? പ്രവാചകനാണെന്ന് മാത്രമല്ല, യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പയാരാണ്? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാഖൂബ് നബിയുടെ മൂത്താപ്പയാരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. യാഖൂബ് നബിയുടെ വല്ലുപ്പയാരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യാഖൂബ് നബിയുടെ മകനാരാണ്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാഖൂബ് നബിയുടെ ബന്ധുവാരാണ്? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ
ആ മക്കൾ നൽകിയ മറുപടി നഅ്ബുദു ഞങ്ങൾ ആരാധിക്കും ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവേ, അങ്ങയുടെ ആരാധ്യനായ അങ്ങയുടെ പൂർവിക പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം അവരുടെ എല്ലാവരുടെയും ആരാധ്യനായ ഏകനായ ആരാധ്യനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് ആ മക്കളുടെ മറുപടി കേട്ടിട്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ബാപ്പക്കുണ്ടായി. ഞാനും നിങ്ങളും ബാപ്പയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉമ്മമാരുണ്ടെങ്കിൽ അവരുടെ മക്കളോട് ഇതുപോലൊരു ചോദ്യം നമ്മളുടെ കുടുംബത്തോട് സഹോദരങ്ങളോട് ഇന്ന് വരെ ആദർശപരമായ ഒരു വിശദീകരണം കൊടുക്കാൻ യാ അയ്യുഹല്ലദീന ആമനു ഈമാനുള്ളവരെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഖുർആൻ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ 31-ാം അധ്യായം സൂറത്തുൽ ഖുർആൻ, മഹാനായ ഖുർആനുൽ ഹകീം, വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ മഹാനായ പണ്ഡിതനായ തത്വജ്ഞാനിയായ ഖുർആനുൽ ഹകീം എന്ന മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുമ്പോൾ മക്കൾക്ക് നൽകുന്ന വസിയ്യത്തിന്റെ കൂട്ടത്തിൽ ആ വാപ്പ മോനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത് വമ്പിച്ച അക്രമമാണ്, മഹാപാതകമാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനോട് പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ, വജ്നുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്ന് അകറ്റി നിർത്തണേ റബ്ബേ. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മുൻഗാമികൾ പണിയെടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. കുടുംബത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി രാപ്പകൽ നമ്മൾ അധ്വാനിച്ചു, എല്ലാവരെയും പണിയെടുത്തു, വെയിലത്തും മഴയത്തും നമ്മൾ ഓടി നടന്നു. അവർക്ക് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുത്തു, വസ്ത്രം വാങ്ങിക്കൊടുത്തു, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, താമസ സൗകര്യം ഏർപ്പെടുത്തി, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു. അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു വെച്ചു. അവർക്ക് വേണ്ടി നീ വീടുകൾ പണിതു, അവർക്ക് വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി, അവർക്ക് വേണ്ടി ബിസിനസ്സുകൾ തുടങ്ങി വെച്ചു, അവർക്ക് ദുനിയാവിൽ വേണ്ടതെല്ലാം ഒരുക്കി വെച്ചു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും നിനക്ക് കഴിഞ്ഞുവോ? ഖുർആനിൽ ആവർത്തി നീ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നിനക്കതിന് കഴിയുമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം പണിയെടുത്ത ഒരു പ്രവാചകനാണ്. ഖുർആനിന്റെ പ്രയോഗം 1050ന്റെ കുറവ് എന്നാൽ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് പണിയെടുത്തു. എത്രത്തോളം തന്റെ മകന് വേണ്ടി അവസാന സെക്കൻഡിലും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയത്നിക്കുന്നതായി ഖുർആൻ നമുക്ക് ഒരുത്തരുന്നുണ്ട്. വനാദാ നൂഹ് റബ്ബഹു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, ഫഖാല, എന്നിട്ട് പറയാ, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ അഹ്ലുകാരനാണ്, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്, എന്റെ മകൻ എന്റെ ചുളയാണ്. വഇന്ന വഅദക ലഹഖ്, തീർച്ചയായും നിന്റെ വാഗ്ദാനം ഹഖാണ്. വഅൻത അഹ്കമുൽ ഹാകിമീൻ, നീ ഏറ്റവും നല്ല വിധികർത്താവാണ്. എന്താണ് ഈ പറഞ്ഞത്? ഏത് സന്ദർഭത്തിലാണ് ഈ പറഞ്ഞത്? ഈ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? അല്ലാഹുവേ, നീ ഏറ്റവും നല്ല വിധികർത്താവാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ്, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ എനിക്കൊരു വാഗ്ദാനം നൽകി, എന്റെ കുടുംബത്തിൽ
ഇന്നി ദഅവതു ഖൗമി ലൈല വനഹാറ, ഞാൻ എന്റെ ജനതയെ രാവും പകലും വ്യത്യാസമില്ലാതെ വിളിച്ചു. ഫലം യസിലുഹും ദുആഇ ഇല്ലാ ഫിറാറ, എന്റെ വിളിയാകട്ടെ അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയില്ല. ഖാല റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈല വനഹാറ ഫലം യസിലുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅവതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസ്റു വസ്തക്ബറു ഇസ്തിക്ബാറ ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا. കലഞ്ഞു പോകും നമ്മൾ ഈ സൂറത്തിന്റെ വായനയിലൂടെ നമ്മുടെ ഹൃദയം ഓടിച്ചു നോക്കിയാൽ 71 അധ്യായം സൂറത്തുൽ നൂഹിന്റെ ആദ്യ ഭാഗങ്ങൾ. രാവും പകലും വ്യത്യാസമില്ലാണ്ട് റബ്ബേ ഞാൻ അവരോട് വാക്കു പറഞ്ഞു. ഒരു കൊല്ലല്ല, 950 കൊല്ലം ഓടി നടന്ന് രാവും പകലും വാക്കു പറഞ്ഞ ഒരു പ്രവാചകന്റെ മനസ്സിന്റെ വേദന എത്രയായിരിക്കും. എന്റെ വിളിയാകട്ടെ അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ അവരെ വിളിക്കുന്ന ഓർമ്മ അവർ അഹങ്കരിച്ച് തിരിഞ്ഞു നടന്നു. അവരുടെ വിരലുകൾ അവരുടെ കാലുകളിൽ അവർ തിരികെ കയറ്റി. അവരുടെ വസ്ത്രം കൊണ്ട് ശരീരവാസനം അവർ മൂടിക്കളഞ്ഞു. എന്റെ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള ശ്രമം അവർ നടത്തി. ഞാൻ വീണ്ടും വീണ്ടും അവരെ അത്യുച്ചത്തിൽ വിളിച്ചു. ഞാൻ അവരോട് രഹസ്യമായും പരസ്യമായും ദഅവത്ത് നടത്തി. രക്ഷയില്ല റബ്ബേ എന്ന് മാത്രമല്ല, നാട്ടുകാർ ഒന്നടങ്കം പരിഹസിച്ചു, ഊക്കി വിളിച്ചു, കളിയാക്കി. റോഡിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി ആ പ്രവാചകന്. വീട്ടിലേക്ക് ചെന്നാൽ ആശ്വസിപ്പിക്കാൻ ഭാര്യയില്ല, മകനില്ല. അവരെല്ലാം അപ്പുറത്തായിരുന്നു, ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കള്ളനാണെന്ന് പറഞ്ഞു, ഭ്രാന്തനാണെന്ന് പറഞ്ഞു, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, തലയ്ക്ക് സുഖമില്ലാത്തവനാണെന്ന് പറഞ്ഞു. ഇവനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ജനങ്ങൾ പറഞ്ഞതാണ്. ആ നാട്ടുകാർ പറയുകയാണ്, വലഇൻ അത്അതും ബശറൻ മിസ്ലകും ഇന്നകും ഇലൽ ഖാസിറൂൻ അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇലാമൻ അന്നകും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ഇവൻ കേവലം നിങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. കണ്ടിലേക്ക് ഒരു പ്രവാചകനല്ല. അങ്ങാടിയിലൂടെ നടക്കുക, നമ്മൾ തിന്നുന്നതൊക്കെ തിന്നുക, നമ്മൾ കുടിക്കുന്നതൊക്കെ കുടിക്കുക, നമ്മളോട് സംസാരിക്കുക, സംവദിക്കുക. ഇതാണ് ഒരു പ്രവാചകൻ. മാത്രമല്ല ഇവൻ പറയുന്നത് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നാണ്. ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. ഇവൻ നമ്മളോട് വാഗ്ദത്തം ചെയ്യുന്നത് എത്ര വിദൂരം, എത്ര വിദൂരം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചു കാലം ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, അടുത്ത തലമുറ വരുന്നു, അവരും ജീവിച്ചു പോകുന്നു എന്നല്ലാതെ വമാ നഹ്നു ബിമബ്ഊസീൻ, നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരെ അല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു. നിക്കക്കളിയില്ല, പരിഹാസം കൊണ്ട് നിക്കക്കളിയില്ല. അവസാനം സ്വന്തം ജനതക്കെതിരായി അല്ലാഹുവിനെ തേടിപ്പോയി. ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ ഫഫ്തഹ് ബൈനി വബൈനഹും ഫതഹ വനജ്നി വമൻ മഅഇ മിനൽ മുഅ്മിനീൻ. റബ്ബേ എന്റെ ജനത എന്നെ കളവാക്കുകയാണ്, വ്യാജമാക്കുകയാണ്, നിഷേധിച്ചു തള്ളുകയാണ്. എനിക്കും അവർക്കും ഇടയിൽ നീ ഒരു തുറന്ന തീരുമാനം എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലുണ്ടാക്കി. അവിടെ ആളുകൾ വന്നിട്ട് പരിഹസിച്ചു. കണ്ടില്ലേ ഭ്രാന്തൻ, ഇവൻ എവിടെ ഇരുന്ന് കപ്പലുണ്ടാക്കുകയാണ്. ഈ കപ്പൽ എവിടെയാണ് ഇവൻ ഓടിക്കുക? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവന് തലക്ക് സുഖമില്ലെന്ന്. കപ്പലിന്റെ നിർമ്മാണം കഴിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിരണ്ടാവുന്ന വിശ്വാസികൾ അതിൽ കയറി. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ, ഓരോ പെയറിനെ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ കപ്പലുണ്ടായി. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയും ആ കപ്പലിൽ പ്രവേശിച്ചു. മഴ തുടങ്ങി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 ദിവസമല്ല, തുടർച്ചയായി ആകാശത്തെ കാർമേഘ കീറുകളിൽ നിന്ന് മാത്രമല്ല, ഖുർആന്റെ പ്രയോഗം അവർ കത്തിക്കുന്ന അടുപ്പ് പൊട്ടി അതിന്റെ അടിയിൽ നിന്ന് ഉറവുജലം പുറത്തേക്ക് വന്നു എന്നാണ്. മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം ശക്തമായ പേമാരിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിലായി. നൂഹ് നബി അലൈഹിസ്സലാമയും വിശ്വാസികൾ ആ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോ അതാ സ്വന്തം മകനെ നേർക്ക് നേരെ ആ പ്രവാചകൻ കാണുകയാണ്. ഓനെ വിളിച്ചു, വാപ്പ മോനെ ഈ കപ്പലിലേക്ക് നീ കയറണം. മോൻ പറഞ്ഞു ഞാനില്ല. വാപ്പ വീണ്ടും വിളിച്ചു, മോനെ ഈ കപ്പലിലേക്ക് നീ
വെള്ളം ഉയർന്നു പൊട്ടുകയാണ്, തിരമാല പൊട്ടുകയാണ്, ആ മകൻ വെള്ളത്തിൽ മുങ്ങിത്താഴുകയാണ്. ഒരു മകൻ മരിക്കുന്ന രംഗം ലൈവായി ആ പ്രവാചകൻ നോക്കി നിൽക്കേണ്ടി വരികയാണ്. എന്തൊരു നിസ്സഹായ അവസ്ഥയാണ്, എന്തൊരു ദയനീയ അവസ്ഥയാണ്. രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. തന്റെ ചോരയിൽ പറഞ്ഞ തന്റെ മകനാണ് അതാ ശത്രുക്കളുടെ കൂട്ടത്തിലായി വെള്ളത്തിലായി മുങ്ങിത്താഴുകയാണ്, മരണത്തോടെ വന്നിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നൂഹ് അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചത് നിങ്ങൾ ഓർക്കണം. ഖുർആൻ പറയാ വനാദാ നൂഹ് റബ്ബഹു. അതാണ് സന്ദർഭം. നൂഹ് അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചിട്ട് പറഞ്ഞു, റബ്ബേ ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണ്. വഇന്ന വഅദക ലഹഖ, നിന്റെ വാഗ്ദാനം ഹഖാൻ, വഅൻത അഹ്കമുൽ ഹാകിമീൻ, നീ ഏറ്റവും നല്ല വിധികർത്താവാണ്. എങ്കിൽ എന്റെ മകനെ നീ രക്ഷപ്പെടുത്തണം. ആ വാപ്പയുടെ റബ്ബിനോടുള്ള സംസാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു, ഖാല യാ നൂഹ്, ഏ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ മകൻ നിന്റെ അഹ്ലുകാരനല്ല, നിന്റെ മകൻ നിന്റെ കുടുംബക്കാരനല്ല. പ്രവാചകന്മാരുടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാർ വിശദീകരിക്കുന്ന ആദർശത്തിൽ വിശ്വസിച്ചവരാണ്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ആവർത്തിച്ചു നിങ്ങളോട് പറഞ്ഞു, രക്തബന്ധത്തെക്കാൾ വലുത് ആദർശബന്ധമാണ്. മരിച്ചാൽ പരലോകത്തും മുറിഞ്ഞു പോകാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അതാണ് ആദർശബന്ധം. ഞാൻ ആവർത്തിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു തന്നതാണ്. അല്ലാഹുവേ നൂഹേ, അവൻ നിന്റെ ചോരയിൽ പറഞ്ഞതാണ്, പക്ഷേ അവൻ നിന്റെ കുടുംബക്കാരനല്ല. കാരണം അവൻ നിന്റെ ആദർശത്തിൽ വിശ്വസിച്ചില്ല. പ്രവാചകന്മാരുടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആദർശം സ്വീകരിച്ചവരാണ്. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സ്വാലിഹല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തവനാണ്. അതുകൊണ്ട് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം, നൂഹേ, നീ എന്നോട് വിവരക്കേട് പറയരുത്. അല്ലാഹു ഉപദേശിക്കാൻ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാ, ഇന്നി, തീർച്ചയായും ഞാൻ, അഇമുക നൂഹേ, ഞാൻ നിനക്ക് വഅദ് പറഞ്ഞു തരുന്നു, അൻതകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകരുത്. അല്ലാഹു ഉപദേശിച്ചു. എത്രത്തോളം കുടുംബത്തിന് വേണ്ടി പണിയെടുത്തു പറഞ്ഞിട്ടുണ്ടോ? വാപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട്, സഹോദരങ്ങളോട് ഓതിവെച്ച ആയത്തെന്താ? മറക്കരുത്. 66-ാം അധ്യായം സൂറത്തുൽ തഹ്രീം 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക. പറയണം മക്കളോട്, പറയണം കുടുംബത്തോട്, എല്ലാ നന്മകളും പറയണം. ആദ്യമായി അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, തൗഹീദ് പറഞ്ഞു കൊടുക്കണം, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി തിരിച്ചു വരാൻ പറയണം. അത് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതെന്താ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി, റബ്ബേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം. എന്നെ മാത്രമല്ല, വമിൻ ദുരിയതി, എന്റെ മക്കളെയും. മക്കളോട് നിസ്കരിക്കാൻ പറയുന്ന എത്ര ഉപ്പമാരും ഉമ്മമാരുണ്ട്. മഴയല്ലേ, തണുപ്പല്ലേ, ഒരു സുഖമില്ല, കിടന്നോട്ടെ എന്നായിരിക്കും നമ്മൾ വിചാരിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, പടച്ചോനെ എന്നെയും എന്റെ മക്കളെയും നിസ്കാരങ്ങളിൽ ഉൾപ്പെടുത്തണേ. ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറയാ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അഖിമിസ് സ്വലാ, നീ നമസ്കാരം നിലനിർത്തണം പറഞ്ഞിട്ടുണ്ടോ? എത്ര പേര് പറഞ്ഞു എന്റെ കുടുംബത്തോട്? നമ്മുടെ കുടുംബത്തെയും കൂട്ടിയിട്ട് നന്മയുടെ മാർഗത്തിലേക്ക് വരുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ വെക്കേഷൻ ആയിരുന്നല്ലോ, ഒരു മാസമായല്ലോ. നമ്മൾ എവിടെയെല്ലാം പോയി, അവിടെയെല്ലാം നമ്മുടെ കുടുംബം കൂടെ ഉണ്ടായില്ലേ? കുടുംബം കൂടെ ഉണ്ടായി. കല്യാണത്തിന് പോയവരുണ്ട്, വിരുന്നിന് പോയവരുണ്ട്, ഭാര്യ വീട്ടിൽ പോയവരുണ്ട്, ഭർത്താവിന്റെ വീട്ടിൽ പോയവരുണ്ട്, മാതാപിതാക്കളെ കാണാൻ പോയവരുണ്ട്, തറവാട്ടിൽ പോയവരുണ്ട്, ചങ്ങാതിമാരുടെ കൂടെ പോയവരുണ്ട്, അതുപോലെ നാട് കാണാൻ യാത്ര പോയവരുണ്ട്. അവിടെയൊക്കെ നിന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടായി. നീ പള്ളിയിൽ വന്നപ്പോഴോ, ഖുർആൻ ക്ലാസ്സിൽ വന്നപ്പോഴോ, സുബഹിക്ക് വന്നപ്പോഴോ, ജുമാഅക്ക് വന്നപ്പോഴോ, ഭാര്യ മക്കളില്ല, ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് നീ പോന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. എന്തേ? പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഇല്ലാതെ പോയി. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ എങ്ങനെ ഭാര്യയെ കൂട്ടിയിട്ട് പള്ളിയിൽ വരിക? അതെങ്ങനെ ശരിയാവും? പെണ്ണ് പള്ളിയിൽ വന്നാൽ ശരിയാവോ? ശരിയാവും. ആര് പറഞ്ഞു? മുജാഹിദുകാരും സുന്നികളും പറയുന്നതല്ല നോക്കേണ്ടത്, സംഘടനകൾ പറയുന്നതല്ല നോക്കേണ്ടത്. ഖുർആൻ എടുക്കുക, 60
ചാരിത്രം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി വിശ്വാസികളെ നിങ്ങൾക്കുള്ള ഉദാഹരണം, നിങ്ങൾക്കുള്ള മാതൃക. ഖുർആൻ പറഞ്ഞു മറിയം ബീവി നമുക്ക് മാതൃകയാണെങ്കിൽ മറിയം ബീവിയുടെ മാതാപിതാക്കൾ മറിയമിനെ ഗർഭത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അഥവാ ഇമ്രാൻ ഹന്ന ദമ്പതികളുടെ മകളാണ് മറിയം ബീവി. ഇമ്രാന്റെ ഭാര്യ ഹന്ന ഗർഭിണിയായപ്പോൾ മറിയം ബീവിയെ പള്ളിയിലെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. ആരാണോ പെണ്ണാണോ അറിയില്ല. വയറ്റിലായപ്പോൾ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിന്റെ മണ്ണിലുള്ള പുണ്യങ്ങളുടെ കൂട്ടത്തിൽ 3-ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. പ്രസവിച്ചു, കുട്ടി പെണ്ണായി പോയി. നേർച്ച നിറവേറ്റി മറിയം ബീവിയെ പള്ളി പരിപാലനത്തിന് കൊണ്ടുവന്നാക്കി. അവിടെ ആരുണ്ട്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷണം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലായിരുന്നു. മറിയം ബീവിയുമായി കുടുംബബന്ധമുള്ളയാളാണ്. മറിയം ബീവി താമസിച്ചത് എവിടെ? പള്ളിയിൽ. അപ്പൊ പെണ്ണിന് പള്ളിയിൽ പോകാൻ പറ്റോ? പറ്റും. മറിയം ബീവി കിടന്നുറങ്ങിയത് എവിടെയാണ്? പള്ളിയിൽ. മറിയം ബീവി ഭക്ഷണം കഴിച്ചത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിൽ. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയം ബീവിയുടെ കറാമത്ത് ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥനാ മണ്ഡപത്തിൽ മിഹ്റാബ്, ഇമാം നിൽക്കുന്ന സ്ഥലത്തിലാണ് നമ്മൾ പൊതുവെ മിഹ്റാബ് എന്ന് പറയാ. മിഹ്റാബിൽ പ്രവേശിക്കുമ്പോൾ മറിയം ബീവിയുടെ മുന്നിൽ ആ സീസണിൽ വിലപ്പെടുത്താൻ പോലും വാങ്ങാൻ കിട്ടാത്ത ഭക്ഷണ വിഭവങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ. കാല സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ മറിയം അന്നാ ലക്കി ഹാദാ, മറിയം ഇതൊക്കെ നിനക്ക് എവിടെന്നാ? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നാ, എനിക്ക് അല്ലാഹു ഇറക്കിച്ചതാണ്. അപ്പൊ മറിയം ബീവി എവിടെ താമസിച്ചത്? പള്ളിയിൽ. മറിയം ബീവി നമസ്കരിച്ചത് എവിടെ? പള്ളിയിൽ. യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅർ റാകിഈൻ. മറിയമേ, അല്ലാഹു പറയാൻ നീ കുനുത്തുള്ളവളായിരിക്കണം, അടുക്കവും ഒതുക്കമുള്ളവളായിരിക്കണം. നീ സുജൂദ് ചെയ്യണം, നീ റുകൂഅ ചെയ്യണം, റുകൂഅ ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം. അല്ലാഹു പറയാ ഖുർആനിലെ ആയത്താണ്. ആ പള്ളിയിൽ റുകൂഅ ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ മറിയമേ നീ റുകൂഅ ചെയ്യണം, സുജൂദ് ചെയ്യണം എന്ന് ഖുർആൻ പറയാ. അപ്പൊ മറിയം ബീവി എവിടെ? പള്ളിയിലാണ്. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നില്ല? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കാരത്തിലാണ് കുത്തേൽക്കുന്നത്. ആ കുത്തിലൂടെ ഉണ്ടായ മുറിവ് മൂർച്ഛിച്ചാണ് മഹാനായ ഇസ്ലാമിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്. സുബഹി നിസ്കാരത്തിൽ ഇമാം നിൽക്കുമ്പോ കുത്തേൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കുമ്പോ മദീനത്തെ പള്ളിയിൽ പുരുഷന്മാരുടെ പിറകിൽ ആരുണ്ടായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിഖ ബീവി റളിയല്ലാഹു അൻഹ. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, ഫലഖദ് തുഇല ഉമർ വഇന്നഹാ ലഫിൽ മസ്ജിദി. ഉമർ താൻ കുത്തേൽക്കുമ്പോ ഭാര്യ ആ സമയത്ത് പള്ളിയിലുണ്ട്. സ്വഹാബ വനിതകളും അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ പള്ളിയിൽ വന്നു. നമ്മുടെ പെണ്ണുകൾ ഷോപ്പിങ്ങിനും കല്യാണത്തിനും നാടുവിച്ചാലും നമ്മുടെ കൂടെ ഉണ്ടായി. പള്ളിയിൽ നമ്മുടെ കൂടെ ഇല്ല, ജുമാഅക്ക് നമ്മുടെ കൂടെ ഇല്ല, ഖുർആൻ ക്ലാസ്സിൽ നമ്മുടെ കൂടെ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ കൂടെ കൂട്ടുന്നില്ല? ഒരു ഹദീസ് കൂടി പറയട്ടെ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനിയും പെണ്ണിന് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മറിയം ബീവിയുടെ ഉദാഹരണം ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സ്നേഹത്തോടെ കൽപ്പിച്ചു കൊടുക്കണം. ഇത് വേണ്ട, ഇന്ന് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഉസ്താദുമാർ പറയുന്ന ഏതൊക്കെ വാദങ്ങളുണ്ടോ ആ വാദങ്ങളെല്ലാം ഖണ്ഡിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി. ആയിഷ ബീവിയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസ്. ആയിഷ ബീവി പറയാ, കുന്ന നിസാഉൽ മുഅ്മിനാത്തി, തീർച്ചയായും മുഅ്മിനാത്തുകളായ സ്ത്രീകൾ യശ്ഹദന, അവർ ഹാജരായി മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വലാത്തുൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിൽ മുതറഫിആത്തിൻ ബിമുറൂതിഹിന്ന, മൂടുപടം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുമ്മ
ലാ യഅരിഫൂന അഹദുൻ മിനൽ ഗലസ്. ഇരുട്ട് കാരണം അവരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഉസ്താദുമാർ പറയും, ഏതെങ്കിലും പെണ്ണ് പള്ളിയിൽ പോയാ അത് പള്ളിയിൽ പോകാനുള്ള തെളിവല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിസാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം, ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരാ നിസാ എന്ന് പറഞ്ഞാൽ സ്ത്രീകളല്ല. ഇവിടെ നിസാ എന്നല്ല, നിസാഉൽ മുഅ്മിനാത്തി. വെറും നിസാ എന്ന് പറഞ്ഞില്ല, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ. അതെന്ത് മനസ്സിലായി? ഏതെങ്കിലും പെണ്ണല്ല പള്ളിയിൽ പോയത്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളാ പോയത്. ഇനിയോ അവര് പറയും, ആരെങ്കിലും കൂടെ പോയാൽ തെളിവല്ല. ആരെങ്കിലും കൂടെ അല്ല, അള്ളാന്റെ റസൂലിന്റെ കൂടെയാ പോയത്. അപ്പൊ അവര് ഒരൊറ്റ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന, മൂടുപടം ധരിച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവർ പോയത്. അപ്പൊ അവര് പറയും, അവർ വീട്ടിലെ പള്ളിയിലാണ് നിസ്കരിച്ചത്. അങ്ങനെയുണ്ട്, വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വീട്ടിലെ പള്ളി. എന്താ ഹദീസിൽ പറഞ്ഞത്? നിസ്കാരം കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പൊ വീട്ടിലെ പള്ളിയാണെങ്കിലോ വീട്ടിലെ തിരിച്ചു പോയി പറയോ? ഇല്ല. ഈ ഒരൊറ്റ ഹദീസ് മതി. ഇപ്പോഴും നമുക്ക് സംശയ, പള്ളിയിൽ പോകാൻ പറ്റുമോ, ജുമാക്ക് പോകാൻ പറ്റുമോ, ഖുർആൻ ക്ലാസ് പള്ളിയിൽ വെച്ചാലും പറ്റുമോ? നമ്മൾ പഠിക്കണം, കുടുംബത്തെ നമ്മുടെ കൂടെ കൂട്ടണം. എല്ലാ മേഖലയിലും അവർ വേണം. യുദ്ധരംഗത്ത് പോലും സ്ത്രീകളുടെ സാന്നിധ്യം എത്രയായിരുന്നു. യുദ്ധത്തിൽ പോകുന്ന പുരുഷന്മാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് സ്ത്രീകളുടെ ജിഹാദ്. അതവർ കൃത്യമായി നിർവഹിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, യുദ്ധത്തിൽ പോകുമ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുപോകണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ? ആ ഉമ്മ പറഞ്ഞ മറുപടി, ഈ കുഞ്ഞ് യുദ്ധകാലത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടില്ല, അങ്ങയുടെ നേരെ വരുന്ന അമ്പുകൾ തടയാൻ ഈ കുഞ്ഞിനെ താങ്കൾ ഉയർത്തിപ്പിടിച്ചാൽ. നോക്ക് നിങ്ങൾ, മക്കളെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ, ആ മക്കളെ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് അവർ ആഗ്രഹിച്ചു. സ്വഹാബികളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നവരുടെ ഭാര്യമാർ. ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ദാരിദ്ര്യമുണ്ട്, അവരുടെ സ്വന്തം ശരീരത്തിന് ആവശ്യമുണ്ട്, എന്നിട്ടും അവർ പട്ടിണി കിടന്ന് സ്വന്തം ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ആവശ്യത്തിന് അവർ പ്രാധാന്യം കൊടുത്തു എന്നൊരു പ്രയോഗമുണ്ട്. മഹാനായ അൻസ്വാരിയായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സദസ്സിലുണ്ട്. ഒരിക്കൽ ഒരു അതിഥി വന്നു പ്രവാചകന്റെ സദസ്സിൽ. പ്രവാചകൻ ഭാര്യമാരോടൊക്കെ ചോദിച്ചു, ഈ അതിഥിക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവരെല്ലാവരും പറഞ്ഞു, ഇല്ല നബിയോ, ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു കാലഘട്ട ക്ഷീണ പോലില്ല. അപ്പൊ പ്രവാചകൻ സ്വഹാബികളിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ഈ അതിഥിയെ ആരാണ് ഇന്നത്തെ രാത്രി നിന്ന് കൂട്ടിക്കൊണ്ടുപോവുക, സൽക്കരിക്കുക? അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊണ്ടുപോവാം. അതിഥിയെ നോക്കി വിട്ടിപ്പോയി. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ എന്താ ഉള്ളത്? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, വളരെ കുറച്ച് ഭക്ഷണമുണ്ട്, അത് നമ്മുടെ മക്കൾക്ക് ഉള്ളതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പട്ടിണിയാണ്, ഉള്ളത് മക്കൾക്ക് കൊടുത്തിട്ട് നമുക്ക് സുഖാനതയിലേക്ക് കിടന്നുറങ്ങാം. ഭാര്യ പറയാ. അപ്പൊ ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭർത്താവ് വീട്ടുകാരൻ പറയാ, ഈ ഒരു കാര്യം ചെയ്യും, മക്കൾക്ക് വെള്ളം കൊടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉറക്കണം, എന്നിട്ട് ഉള്ള ഭക്ഷണം അവിടെ വെക്കുക. മക്കൾ ഉറങ്ങിയതിനു ശേഷം ഞാനും അതിഥിയും തിന്നാനിരിക്കുമ്പോൾ, ഞങ്ങളിരിക്കുമ്പോൾ ഉള്ള ഭക്ഷണം കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ വെക്കണം. ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ നീ ആ വിളക്ക് കിടത്തി പറയണം. ഈ ഭാര്യ അതുപോലെ ചെയ്യും. ഭക്ഷണം കൊണ്ടുവച്ചു, തിന്നാനിരുന്നപ്പോ വിളക്ക് കിടത്തി, ഇരുട്ടാണ്. ഈ ഉള്ള ഭക്ഷണം മുഴുവൻ അതിഥിയെ തീറ്റിച്ചു. വീട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. അതിൽ നിന്നൊരു തരി പോലും കഴിക്കത്തില്ല, മറ്റുള്ളവരെ തീറ്റിക്കണം. ഖുർആൻ പറയാ, സ്വന്തത്തിന് ആവശ്യമുണ്ടായിട്ടും ആ കുടുംബം മുഴുവനും പട്ടിണി കിടന്ന് അതിഥിയെ സൽക്കരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അവരുടെ കൂടെ കുടുംബം ഉണ്ടായിരുന്നു. നേരം കൊടുത്ത് പ്രവാചകന്റെ മുന്നിൽ വരുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. അല്ലാഹു പോലും അത്ഭുതപ്പെട്ടു പോയി താങ്കളുടെ ആ പ്രവൃത്തി കണ്ടിട്ട്. നോക്ക് നിങ്ങൾ, നമ്മുടെ ഭാര്യയാണെങ്കിലോ, എന്തിനാണ് നിങ്ങൾ താഴ്ന്ന ആളുകളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിക്കണ്ടേ, അന്വേഷിക്കണ്ടേ, അല്ലെങ്കിൽ നേരത്തെ പറയണ്ടേ? നമ്മളോട് ദേഷ്യം പിടിക്കുകയാണ്. മക്കൾക്കുള്ളതേ ഉള്ളൂ, മക്കളെ പട്ടിണി കിട്ടു, ഭാര്യയും ഭർത്താവും പട്ടിണി കിടന്നു, ഉള്ളത് മറ്റുള്ളവരെ തിരിച്ചു. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിഭവമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്താൽ സമാധാനത്തോടു കൂടി നിങ്ങൾ
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن بريدة رضي الله عنه عن النبي صلى الله عليه وسلم قال بشروا المشائين في الظلم إلى المساجد بالنور التام يوم القيامة. رواه أبو داود والترمذي. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും തുർമുദിയും ഉദ്ധരിച്ച ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബശ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അൽ മശാഈന, നടന്നു വരുന്ന ആളുകൾ, ഫിൽ ദുലമി, ഇരുട്ടിൽ, അന്ധകാരങ്ങളിൽ, ഇലൽ മസാജിദി, പള്ളിയിലേക്ക്. അപ്പൊ ഇരുട്ടത്തും പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് നടന്നു വരുന്ന ആളുകൾ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് പരിപൂർണമായ പ്രകാശം ഉണ്ടാകും. ഇപ്പൊ മഴയാണ്, കാറ്റ് വീശും, കരണ്ട് പോകും. ഇശാ സമയത്ത് ചിലപ്പോൾ കരണ്ട് ഉണ്ടാവില്ല, സുബഹിയുടെ സമയത്ത് മഴയിരിക്കും, കരണ്ട് ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ വാഹനവും സൗകര്യവും ഉള്ളവരാണ്. മഴയാണെന്ന് കരുതി നമ്മുടേതായ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ പോകാതിരിക്കുന്നില്ല. എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്നവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം ലഭിക്കും. അതുകൊണ്ട് ആ പ്രകാശം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണോ എന്നത് സ്വയം തീരുമാനിക്കുക. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.